നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ പരാതി വളരെ ബുദ്ധിപൂർവ്വം തയ്യാറാക്കിയിരിക്കുന്നതാ. ഇതിന്റെ പിന്നിൽ മധുറാം വക്കീലാണെന്നുള്ള കാര്യം ഉറപ്പല്ലേ? അയാൾക്കൊരു കുറുക്കന്റെ ബുദ്ധിയാ. ഇത്തരം കുരുട്ടുബുദ്ധിക്കാരെ സഹായിക്കുന്നത് അയാളുടെ പ്രധാന പണി. മാനസയുടെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളോടുള്ള പക മനസ്സിലാക്കി അവര് മധുറാം വക്കീലിനെ വിലക്കെടുത്തിരിക്കുകയാണ് സർ. ഈ മധുറാം എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ഡോക്ടർ ശ്രീറാമിന്റെ സഹോദരനാണ്. അയാൾക്ക് ഞങ്ങളുമായിട്ട് നേരത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അയക്കിട്ട് നല്ലതുപോലെ കൊടുത്തിട്ടുണ്ട്. എന്റെ കൈയുടെ ചൂട് അയാൾക്കറിയാം. അതുകൊണ്ട് കൂടുതൽ കളിക്കാനൊന്നും വരില്ല. സൂര്യ, ഇവിടെ കയ്യൊക്കെ കൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ ബുദ്ധിപൂർവ്വം നേരിടണം. മാനസയെ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ച് കമ്മീഷന് മുമ്പിൽ അവതരിപ്പിക്കണം. ഭാവന, എനിക്ക് പേടിയാവുന്നു. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോവോ? എന്തെങ്കിലും അബദ്ധം പറഞ്ഞാ നമ്മളെല്ലാവരും പെടും. എന്തെങ്കിലും അബദ്ധം എന്റെ വായിന്ന് വീഴുമെന്ന എന്റെ പേടി. എന്നാലും ആ വക്കീലിന് നമ്മളോട് പകയുള്ള സ്ഥിതിക്ക് കമ്മീഷന് മുന്നിൽ എന്നെ വലിച്ചു കീറുമായിരിക്കും. ഇവിടെ നമ്മുടെ ഭാഗം സ്ട്രോങ് ആയി നിൽക്കുന്നത് മാനസ നമ്മോടൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ്. മാനസ ഒരിക്കലും നമുക്കെതിരായി ഒരു കാര്യം പോലും പറയരുത്. വളരെ സൂക്ഷിച്ചു വേണം മറുപടി പറയാൻ. വിവാഹിതയല്ലാത്ത ഒരു പെൺകുട്ടിക്കെതിരെ സ്വന്തം മാതാപിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ഇപ്പോൾ കമ്മീഷൻ വിചാരണയ്ക്കായി വിളിച്ചിരിക്കുന്നത്. മാനസ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് അവളുടെ ഭാവി എങ്ങനെയാവണമെന്ന് സ്വയം തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ പറയുന്നതൊക്കെ മുഴുവൻ കള്ളമാണെന്നും ചെയ്ത തെറ്റ് ഒളിച്ചു വെക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന നാടകമാണെന്ന് മാനസയുടെ അച്ഛനും അമ്മയും പറയും. കൂടുതൽ പറഞ്ഞാൽ ഭാവനയുടെ ഗർഭം അവരാണ് ഇല്ലാതാക്കിയതെന്ന് കമ്മീഷനോട് പറയണം. ഭാവന ഗർഭിണി ആകാത്തതുകൊണ്ടാണ് മാനസ് ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ തയ്യാറായതെന്ന് കമ്മീഷനെ ബോധ്യപ്പെടുത്തണം. അവർക്കെതിരെ നടപടിയെടുക്കും. പഴയ കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോ അമ്മയും ചോദ്യം ചെയ്യും.